എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എങ്ങോട്ട് പോകരുത്. ഈ ഒരു ചെറിയ കണക്കുമായിട്ട് വന്നാണ്. LDF 2026 പടി ഇറങ്ങുമ്പോൾ പൊതുഖജനാവിൽ 4000 കോടി ബാലൻസ്. 2016 പണ്ടത്തെ കണക്കാണ്. UDF പടി ഇറങ്ങുമ്പോൾ പൊതുഖജനാവിൽ 3000 കോടി കടം. ഒരു ചെറിയ കണക്കാണ്, ഞാൻ ഇപ്പോഴേ പറയുന്നു. ഈ ഒരു കണക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കേണ്ടി വരും. പറ്റുമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ. കാരണം ഇപ്പൊ തന്നെ UDF പറഞ്ഞു വെക്കുന്നത് ഖജനാവിൽ 5 പൈസയിൽ പൂച്ച പെറ്റ് കിടക്കുകയെന്ന്. പച്ച നുണയാ. നമ്മുടെ ബാലഗോപാലൻ ഈ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയല്ല. നമ്മുടെ മന്ത്രി ബാലഗോപാൽ അദ്ദേഹം ഈ ഒരു സർക്കാർ ഇപ്പോൾ ആകെ മൂഞ്ചി നമ്മുടെ LDF കുടുംബത്തിരിക്കേണ്ട അവസ്ഥ വന്നല്ലോ. ഇങ്ങനെ ഇരിക്കുന്നത് തൊട്ടു മുമ്പായിട്ട് ബാലഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് കടക്കണയിലല്ല ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രഷറിയിൽ 4000 കോടി മിച്ചമുണ്ടെന്നുള്ളതാണ്. ആ 4000 കോടി ഇനി ഹുദാഹവയാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഇവരിപ്പോഴേ പറയുന്നുണ്ട് 5 പൈസ നമ്മുടെ ഗവൺമെന്റ് കയ്യിലാണ്. പച്ച നുണയാണ്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു തെളിവ് കാണിക്കാം. ഇത് ഇന്നത്തെയോ ഒരു കണക്കല്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാതൃഭൂമിയുടേതാണ് ഈ ഒരു വാർത്ത. മാതൃഭൂമിയുടെ ഈ വാർത്തയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 2-ാം തീയതി ഏപ്രിൽ 2026 ഒരു വാർത്തയാണ്. മനസ്സിലല്ലേ? 2-ാം തീയതി ഏപ്രിൽ 2026 വന്നൊരു കണക്കാണ്. കടക്കണിയിലല്ല, ട്രഷറിയിൽ 4000 കോടി മിച്ചമെന്ന് തന്നെ മന്ത്രി. ഇനി ഇത് വല്ല ആൾക്കാർക്കും വല്ല സംശയം ഉണ്ടെങ്കിൽ വെറും 10 രൂപ ചെലവഴിച്ചിട്ട് നമ്മുടെ വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തും. 4000 കോടി മിച്ചമുണ്ടെന്ന് പറയുന്ന കണക്ക്. എന്തായാലും വാർത്ത ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സർക്കാരിന്റെ അവസാന സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ ട്രഷറിയിൽ 4000 കോടി ബാലൻസ് ഉണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ എന്ന് ഒരു വാർത്തയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇത് വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് വായിച്ചു തരാം. കേരളം കടക്കണിയിലല്ല. പദ്ധതി ചെലവ് ആകെ 100% അവകാശപ്പെട്ടു. ഇത് മുൻ വർഷത്തേക്കാൾ 5.38% കൂടുതലാണ്. പദ്ധതി വെട്ടിച്ചുരുക്കിയെന്ന് ആരോപിച്ച പ്രതിപക്ഷത്തിന് കണക്കുകൾ പരിശോധിക്കാമെന്നും അന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതി ചെലവ് വെട്ടിച്ചുരുക്കിയെങ്കിൽ എങ്ങനെ ഇത്രയും ചെലവിടാനാകുമെന്നും മന്ത്രി ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ടുള്ള കണക്കുണ്ട്. തനത് നികുതി വരുമാനം 1 ലക്ഷം കോടി കടന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗംഭീര കണക്ക് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് മുഴുവൻ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളായിട്ടുള്ള നമ്മൾക്ക് അത് ഭയങ്കര ബോറാവുന്നതാണ്. പക്ഷേ ഇതൊന്നുമല്ല എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാനുള്ളത്. ഈ ഒരു ഗംഭീര കണക്ക് നിങ്ങൾക്ക് അവതരിക്കുമ്പോൾ ഇപ്പോൾ ഇനി അധികാരത്തിലേക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു മന്ത്രി വരുമെന്ന് വിചാരിക്കുന്ന ഏത് മന്ത്രിയായാലും നമുക്കത് കണക്ക് തന്നെയാണ്. എന്തായാലും കണക്ക് കൃത്യമായി മതിയല്ലോ. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖജനാവിൽ പൈസ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു കണക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് ഇവർ വരുത്തി വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് അന്വേഷിക്കണം. തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൻ്റെ പുറകിൽ ഇത്ര തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു വലിയ സംഭവമുണ്ട്. എന്താണ്? 5 ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി നടപ്പിൽ വരുത്താതിരിക്കാൻ ഇവർക്ക് ആദ്യമേ ഒരു ചിത്രം ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അത് ഉണ്ടാക്കി വെക്കുന്നു എന്നർത്ഥം. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല.